വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു നാടൻ റെസിപ്പിയാണ്. പണ്ട് കാലങ്ങളിൽ ഇത് സാധാരണയായി എപ്പോഴും തന്നെ നമ്മുടെ വീടുകളിൽ ചെയ്യാറുണ്ട്. ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് തന്നെ കഴിക്കാറുണ്ട്. അതുപോലെ വളരെ ഹെൽത്തിയായ ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. ഇത് വളരെ സോഫ്റ്റായ രീതിയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമ്മളിതിൽ പറയുന്നുണ്ട്. സാധാരണയിൽ ചിലർക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഹാർഡായി പോകാറുണ്ട്. അപ്പം വളരെ സോഫ്റ്റായ രീതിയിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാവുന്ന രീതിയിൽ നമ്മളിത് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ആദ്യം തന്നെ ഞാനിവിടെ കാഷ്നട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പൊട്ടുകടല, ഇത് ഒരു 100 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, ഈ കാഷ്യും പൊട്ടുകടലയൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് കിസ്മിസ്, കറുത്ത മുന്തിരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി, കാരണം ധാരാളം അഴുക്കൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അതുപോലെ തന്നെ എള്ളും ഞാൻ നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ പലഹാരങ്ങളിൽ ഉപയോഗിക്കുമ്പം ഈ ഒരു എള്ളും അതുപോലെ കിസ്മിസൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കണം. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു പാനിൽ 300 ഗ്രാമോളം ശർക്കര ഉരുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു പാനിയാകുന്നത് വരെ നമുക്ക് മറ്റൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പാണ് വറുത്തെടുക്കുന്നത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് വറുത്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഇത് വറുത്ത് കിട്ടത്തില്ല. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതെ, ഇപ്പോൾ ഒരുവിധം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇത് ഈ ഒരു പാകത്തിൽ വന്നിട്ട് ഒരുപാട് കളർ ചേഞ്ച് ഒന്നും ആവണ്ട. ഇനി ഞാനിത് മാറ്റി വെക്കുകയാണ്. ആ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ആ ഒരു നെയ്യൊക്കെ ഒന്ന് നീങ്ങിയതിന് ശേഷം നമുക്കിതൊരു മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി അടുത്തായിട്ട് പൊട്ടുകടലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൊട്ടുകടല ഓൾറെഡി ഇത് റോസ്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 1-2 മിനിറ്റ് മാത്രം ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മാത്രം മതി. ആ ഒരു ചെറിയൊരു പച്ച ചുവയൊക്കെ ഉണ്ടാകാനുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ആ നെയ്യിലിട്ടൊന്ന് 2 മിനിറ്റോളം ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്ത് മാറ്റിയെടുക്കുക. ഇപ്പോൾ ദേ ഞാൻ വറുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കിസ്മിസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കിസ്മിസൊക്കെ ഒന്ന് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വീർത്ത് വന്നാൽ മാത്രം മതി. കാരണം നമ്മൾ കഴുകി നന്നായിട്ട് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കുക, ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് നമ്മളിതൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് ആ ഒരു വീർത്ത് വരുന്നത് കാണാം. ആ വീർത്തൊന്നും വരുന്ന സമയത്ത് നമുക്ക് ബാക്കി നമ്മളുടെ ഈ എള്ളും കൂടി ഇട്ട് കൊടുക്കാം. എള്ളും ഇതുപോലെ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് തുടച്ച് വെച്ചതാണ്. അപ്പോൾ എള്ളും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അഥവാ എള്ള് സെപ്പറേറ്റ് വറുക്കണമെങ്കിൽ ആദ്യം ഇതൊക്കെ വറുത്തതിന് ശേഷം മറ്റൊരു കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് എള്ള് മാത്രം വേണമെങ്കിലും വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഒരുമിച്ചാണ് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു പാകമായിട്ടുണ്ട്. ഇനി അത് മാറ്റിയിട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒരു മുറി തേങ്ങ, ഒരു മുഴുവൻ തേങ്ങ ഫുള്ളും ചിരണ്ടി എടുത്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെയൊക്കെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. തേങ്ങ എത്രയും ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഈ അവൽ വിളയിച്ചതിന്. ഈ ഒരു നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ആ ഒരു വെള്ളമയമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിത് കാണാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ആ വെള്ളമയമൊക്കെ ഒന്ന് മാറി നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. വെള്ളമയമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതേ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമയമില്ല നമ്മുടെ ഈ ഒരു തേങ്ങയിൽ. ഇനി ഒന്നും കൂടി ഒന്ന് വഴറ്റിയിട്ട് നമ്മളവിടെ ആ ഒരു സമയത്ത് നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ തേങ്ങയിലോട്ട് ശർക്കരപ്പാനി നന്നായിട്ട് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലായിരുന്നു ഈ സമയത്ത് വെച്ചിരുന്നത്. ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ കൊണ്ട് ഈ ഒരു ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം തന്നെ ഞാനിവിടെ അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 300 ഗ്രാം ശർക്കരക്ക് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ തിളപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഈ എടുത്തിരിക്കുന്ന അളവിൽ കറക്റ്റായിട്ട് എടുത്താൽ ഇത് കറക്റ്റ് പാകത്തിലാണ് നമ്മുടെ ഈ ശർക്കരയും തേങ്ങയും അവലും എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഈ തേങ്ങ എന്താ പറയുക, ആ ഒരു ശർക്കര പാനിയിലിട്ട് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കുക.
അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ വിളയിച്ചെടുക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും. പക്ഷേ എന്താ പറയുക, ഒറ്റ നൂൽ പരുവമൊന്നും ആവരുത്. എന്താ പറയുക, ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ തേങ്ങ വിളയിച്ചെടുക്കുക. ഇപ്പോൾ ഒരുവിധം നന്നായിട്ടൊന്ന് ആ ഒരു നമ്മളുടെ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഇതായി വന്നിട്ടുണ്ട്. നമ്മുടെ ശർക്കര പാനിയൊക്കെ ഒരുവിധം ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്, വറ്റി വന്നിട്ടുണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇനി കുറച്ചുകൂടി ഒന്ന് വിളയിച്ചെടുക്കണം. കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക, ആ ഒരു പാനിയൊക്കെ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ കുറച്ചുകൂടി ഒന്ന് വിളയിച്ചെടുക്കുക. ഇപ്പോൾ ഇതേ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇപ്പം ഇതിൽ പാനി ഒരുപാട് വറ്റി പോയിട്ടില്ല. ഈ ഒരു ടൈമിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ചെറുതായിട്ട് പാനിയുടെ ഒരു അംശമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം മാത്രം എന്താ പറയുക, ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് എന്താ പറയുക മാറിയതിന് ശേഷം, ഒരുപാട് തണുത്ത് പോകരുത്, ചെറുതായിട്ട് ചൂടൊന്ന് മാറിയതിന് ശേഷം കുറേശ്ശെ നമുക്ക് ഈ അവൽ നമ്മളുടെ ഈ ഒരു തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒറ്റയടിക്ക് ഇടരുത്, കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് കുറേശ്ശെ ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു എന്താ പറയുക, ആ ഒരു നമ്മുടെ അവലിൻ്റെ ആ ഒരു കളറ് നമ്മളുടെ ഈ ഒരു എന്താ പറയുക, ആ ശർക്കരയുടെ കളറായിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരിക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടലയും കാഷ്യൂവും അതുപോലെ തന്നെ കിസ്മിസും എള്ളും കൂടിയുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ അവൽ ശർക്കരപ്പാനിയും എന്താ പറയുക, ആ തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പം വളരെ സോഫ്റ്റ് ആവും നമ്മളുടെ ഈ ഒരു അവൽ കൂടിയുള്ള മിക്സ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചതും, ഏലക്ക കുരു മാത്രം എടുത്തിട്ട് പൊടിച്ചതാണ്, അതുപോലെ തന്നെ ജീരകം വറുത്ത് പൊടിച്ചതാണ്, അതും കൂടി ഇട്ടുള്ള മിക്സാണ്. അതൊരു ഒരു ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്താ പറയുക, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 3/4 ടീസ്പൂണൊക്കെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് എല്ലാം നല്ല എന്താ പറയുക സോക്കായി തന്നെ വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാൻ മീതയിൽ കുറച്ച് കാഷ്യൂം കൂടി ആദ്യം വറുത്ത് വെച്ചിരിക്കുന്നത് അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അവൽ വിളയിച്ചത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം നല്ല പാകത്തിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല കഴിച്ച് നോക്കുമ്പോൾ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്കിത് എന്താ പറയുക, എയർ ടൈറ്റായ കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ ഇത് മാസങ്ങളോളം കേടാവാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ നല്ലൊരു ഈവനിങ് സ്നാക്സ് കൂടിയാണ്, നല്ലൊരു ഹെൽത്തി ഈവനിങ് സ്നാക്സാണ്. പണ്ട് കാലങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഈ ഒരു അവൽ വിളയിച്ചതാണ് സാധാരണ കഴിക്കാറ്. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ തയ്യാറാക്കിയാൽ വളരെ സോഫ്റ്റായ ഒരു അവൽ വിളയിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.